വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ക്രോഷ്യ പ്രൊജക്ട്സ് ഞാൻ ചെയ്തതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. ഓക്കെ, ആമി ഇപ്പം കുറച്ച് ക്രോഷ്യ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അല്ലേ? ഒരുപാടായിട്ടില്ല, ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ പഠിച്ചു വരികയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവൾ ചെയ്തു വെച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം. അപ്പം ഇനി ഞാൻ പ്രൊജക്ട്സ് ഒക്കെ ചെയ്തത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഒരു കുഞ്ഞു പോട്ട് നിറയെ ക്രോഷ്യ പ്രൊജക്ട്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. നല്ല മിസ്റ്റേക്സും ഉണ്ടാവും, പക്ഷെ ചെയ്തു എന്നുള്ള രീതിയിലാണ്. മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്തത് നീ ഇതിൽ ഫസ്റ്റ് ടൈം ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അത് കാണിച്ചേ. ഫസ്റ്റ് ടൈം ചെയ്തത് ഇതാണ്. ഫസ്റ്റ് ഇതാട്ടോ, ഇതാണ്. അന്ന് എനിക്ക് ട്യൂട്ടോറിയൽ ഉണ്ടെന്ന് പോലും അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ട്യൂട്ടോറിയൽ ഉണ്ടെന്ന് അറിയാം, പക്ഷെ അവൾക്ക് കിട്ടിക്കഴിഞ്ഞപ്പോ പെട്ടെന്ന് ചെയ്യണമെന്നായിരുന്നു. അപ്പൊ ഞാൻ ഗമ്മം കൊണ്ട് ചെയ്തതാണ് കേട്ടോ. അതെ, ഗമ്മ് വെച്ചിട്ട് ഞങ്ങക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് പെട്ടെന്ന് ചെയ്തത്. കോസ്റ്റർ പോലും അപ്പൊ നേരെ ഉണ്ടാക്കാറില്ല, അപ്പൊ ഞാൻ ചെയ്തു വെച്ചതാ. അതിൽ കുറച്ച് ഇതിന്റെ സ്പോഞ്ച് ആണോ വെച്ചിട്ടുള്ളത്? സ്പോഞ്ച് ഒക്കെ ഉള്ളിൽ അപ്പത്തേക്ക് കുത്തി കയറ്റി മേക്കപ്പ് വരെ ഇട്ട് കൊടുത്തു. ഇതിന് ഭംഗിയായിട്ട് ചെയ്തു കാണിക്കാൻ വേണ്ടിട്ട്. അങ്ങനെ ഇത് കുളവുമായി. പിന്നെ ഞാൻ കുറച്ച് ചെയ്ത ട്യൂലിപ്സ് ആണ്. ഫസ്റ്റ് ഞാൻ ചെയ്തത് ഈ വൈറ്റ് ട്യൂലിപ്പ് ആയിരുന്നു. പിന്നെയാണ് ഞാൻ ഓരോന്നിങ്ങനെ റെഡിയാക്കി വന്നത് കേട്ടോ. ഇതിൻ്റെ സ്റ്റിച്ച് പഠിച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇത് നമുക്ക് ഡെസ്ക് മേക്ക് ഓവറിനൊക്കെ വേണ്ടിയിട്ട് ഡെസ്ക് മേക്ക് ഓവർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. യെസ്, ഇതേപോലത്തെ കുഞ്ഞു പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് ഒക്കെ വെച്ചിട്ട് ഡിസംബർ ആണെങ്കിൽ റെഡും വൈറ്റും ആക്കിയിട്ട് ജാനുവരി യെല്ലോ കളറ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഇത്. അപ്പൊ അങ്ങനെ ഒന്ന്. പിന്നെ ഉള്ളത് ഞാൻ ഡിസംബറിൽ ചെയ്ത ക്രിസ്മസ് ഡെക്കോറിന് വേണ്ടി ചെയ്തായിരുന്നു അല്ലേ? ഡെസ്ക് മേക്കോറിന് എനിക്ക് ഒരു ക്രിസ്മസ് തീം വരാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇതും നീ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ജസ്റ്റ് ആദ്യം ഒരു പേപ്പർ ജസ്റ്റ് കോണായിട്ട് ചെയ്യുക. പിന്നെ ഗ്രീൻ കളർ കൊണ്ട് ട്വിസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് 1 ചെയിൻ സ്റ്റിച്ച് ലൈറ്റ് പോലെ ആക്കിയിട്ട് ബോൾസ് ആക്കുക. അത്രേ ഉള്ളൂ. പറയുമ്പോൾ കുറേ ഉണ്ടാവും, പക്ഷെ വളരെ ചെയ്ത് കഴിയുമ്പോൾ സിമ്പിൾ ആണ്. യെസ്, അങ്ങനെ അത്. പിന്നെ ഉള്ളത് ഞാൻ ഒരു കുഞ്ഞ് ഹെയർ ബാൻഡ് ഉണ്ടാക്കിയാണ് പാപ്പുക്ക്. ഇത് ഹാഫ് ഡബിൾ ക്രോഷ്യ കൊണ്ട് ചെയ്യാവുന്നതേ. ജസ്റ്റ് ഇങ്ങനെ വെക്കുന്നല്ലേ? യെസ്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ഇതിന്റെ ഇത് കാണിച്ചേ? ചെയിൻ ഹാഫ് ഡബിൾ ക്രോഷ്യ. ഓക്കെ. ഓ, എനിക്ക് ക്രോഷ്യനെ കുറിച്ച് അധികം അറിയില്ല, അതുകൊണ്ട് ആമി പറയുന്നതൊക്കെ ഓക്കെ. കളേഴ്സ് ആണ്. നോക്കട്ടെ പാപ്പു എന്തോ പരിപാടി ഉണ്ടോ അവിടെ? ഇവിടേക്ക് വന്നാൽ എന്തെങ്കിലും സാധനം എടുത്ത് കളിച്ചോളൂ, കളിക്കാൻ വേണ്ടി വന്നാ. പിന്നെയാണ് ഞാൻ ഉണ്ടാക്കിയ സൺഫ്ലവർ ചെയിൻ സ്റ്റിച്ചൊക്കെ ഒരു നോട്ടിൽ എഴുതി വെച്ചുണ്ടാക്കിയതാണേ. ഓ, ഇതൊക്കെ അങ്ങനെ നോക്കി പഠിച്ചതാണോ? ഞാൻ നോക്കട്ടെ, അതിന്റെ ഭംഗിയായിട്ടുണ്ട് കാണാൻ. ഓക്കെ. ഓ, ഞാൻ ഒരു പേപ്പറിൽ ഹൗ ടു മേക്ക് സൺഫ്ലവർ ഇൻ ഡീറ്റെയിൽ എന്നുള്ള അങ്ങനത്തെ എന്തോ ആയിട്ട് ഉണ്ടാക്കുന്നതല്ല, അതിൽ സ്റ്റിച്ച് പാറ്റേൺസ് മാത്രം പറഞ്ഞിരുന്ന് നോക്കി ചെയ്തതാണ്. പിന്നെ അങ്ങനെ കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും കേട്ടോ ഈ ചെയ്തതിലും. ആമി പഠിച്ചു വരണേ ഉള്ളൂ. അപ്പൊ അതില് വെച്ചാൽ ഒരു പേപ്പറിൽ ഇങ്ങനെ തിരിയേ ഉള്ളൂ, നമ്മളൊരു എക്സാം എഴുതുന്ന പോലെ ചെയ്യും. ഈസിയാണ്. അപ്പൊ ആർക്ക് വേണേലും പഠിക്കാം. ആമി ആദ്യം തീരെ നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടിരുന്ന ആളാണ്. കണ്ടാ മതി. ഇത് കണ്ടിട്ട് ആമി ആകെ വിഷമത്തിലായിരുന്നു അല്ലേ? എനിക്ക് ക്രോഷ്യ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു പൈസ പോയല്ലോ, കാരണം കുറെ സാധനങ്ങൾ മറ്റേതും മറിച്ചൊക്കെ ഇവിടെ യാണൊക്കെ കുറെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ യാണ് വാങ്ങി വെച്ചിട്ടുള്ളത്. ഇവിടെ കുറെ കളേഴ്സ് ഉണ്ട്, വേറെയും യൂസ് ചെയ്യണം. ഓരോ ക്രോഷ്യ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചാണ്. ഒരു യാണ് തീരുമ്പോഴാണ്. പിന്നെ നമ്മള് കുറച്ച് വൈറലായിട്ടുള്ള എന്താണ് ബൊക്കെ, ക്രോഷ്യ ബൊക്കെയാണ്. ഇതാണ് റെഡി ആയപ്പോഴത്തേക്കും ഞാനൊരു ക്രോഷ്യർ ആയത് എനിക്ക് മനസ്സിലായത്. സ്വന്തമായിട്ട് പറയാൻ തുടങ്ങി എനിക്ക് ക്രോഷ്യ ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊക്കെ പെർഫെക്റ്റ് ആയി വരണേ ഉള്ളൂ കേട്ടോ. എന്നാലും എന്താ, ഞാൻ ഉണ്ടാക്കിയില്ലേ അത്. അതെ, സ്വന്തമായിട്ട് അങ്ങനെ പറയും. അവിടെ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചേ. ഇങ്ങനെയാണ് എല്ലാവരും വെക്കുക. ഞാൻ ഈ കോസ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. അങ്ങനത്തെ കുറേ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്. ബിഗിനേഴ്സിന് ഇതൊക്കെ പഠിച്ചു വരുന്ന ആൾക്കാർ അല്ലേ? ബിഗിനേഴ്സിന് ശരിക്കും കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ്. ഞാൻ ഫസ്റ്റ് തന്നെ ബിഗിനറായിട്ട് ഫസ്റ്റ് ചെയ്തത് ഇതാണ്.
ആ വലുതായിരുന്നു വലുതാ ചെയ്തത്. അപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. ബിഗ്നസിന് ചെറുതെന്ന് വേണം തുടങ്ങാൻ. ആദ്യം തന്നെ ക്രോഷ്യ ചെയ്ത് ഞാൻ വലുതായിട്ട് അങ്ങ് പഠിച്ചു എന്ന് പറഞ്ഞു അല്ലേ ആമി? പിന്നെ ആമി ചെയ്തിട്ടുള്ള എന്തൊക്കെയാ? ഒരു പിന്നെ കുഞ്ഞു ഡോൾ, ഒരു ഡോളിനെ കാണിക്കാൻ ഒരു മടി. ഫേസ് ഇല്ലാതെ ബാക്കി എല്ലാം ഓക്കെയാണ്. ഓക്കെ, അത് കുഴപ്പമില്ല, കാണിച്ചോ. അത് നമ്മൾ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ്. ഒരു മറ്റേ സ്ട്രോബെറി ഫ്ലേവർ കൗവാണിത് കേട്ടോ. അപ്പൊ അതുണ്ടാക്കി. പിന്നെ നെക്സ്റ്റ് എന്താ? പിന്നെ നെക്സ്റ്റ് ഒരു കുഞ്ഞു ബോള്. ഇത് ഞാൻ സെക്കൻഡ് പ്രോജക്റ്റ് ഞാൻ ചെയ്തതാണ്. ഇത് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് എന്താണ് ഉമ്മച്ചിക്ക് അബക്ക് കാണിച്ചു തരുമ്പോൾ ഇതൊന്നുമില്ലല്ലോ, ഇതെല്ലാം രസം എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഒരു ബോള്. പിന്നെ ഞാൻ ഗ്രാനൈസ് കുഞ്ഞു ബാഗ് പോലെ. ഇത് 2 കളർ കൊണ്ട് മിക്സ് ആക്കി ചെയ്തതാണ്. പിന്നെ ഉള്ളത് ഒരു കുഞ്ഞു ഇയർപോഡ് എന്തും പറയാം. പിന്നെ ഞാനൊരു കുഞ്ഞു എന്താ പറയാ ഒക്ടോപ്പസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഇവിടെ കരിഞ്ഞു പോയിട്ടുണ്ട്. അല്ലാതെ എന്തോ ചെയ്തതാണ് ഞാൻ. എന്താണ് ഈ പൊങ്ങി നിൽക്കുന്നതാക്കുമ്പോൾ ഒറ്റ കത്തല്. അപ്പൊ അങ്ങനത്തെ ഒരു കുഞ്ഞു എന്താ ഒക്ടോപ്പസ്. പിന്നെ ഉള്ളത് ഈ സ്മോൾ ക്യാൻഡിൽസ് ഇല്ലേ, അതിന് വെക്കാൻ കുറച്ച് ഈസ്തറ്റിക് തോന്നാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഇതിന്റെ പാറ്റേൺസ് കറക്റ്റ് ആയിരുന്നു കേട്ടോ ചെയ്തു വന്നപ്പോൾ. യെസ്. പിന്നെ നമ്മളുടെ ഈ ഹാരി പോട്ടറിലത്തെ അവളില്ലേ, അതിന് ഞാൻ ഉണ്ടാക്കിയതാണ്. ഹാരി പോട്ടർ. ഓ അതിന്റെ ഫേസ് നല്ല ഭംഗിയുണ്ടല്ലോ. താങ്ക് യു. ഇതിപ്പോൾ അടുത്തുണ്ടാക്കിയതാണോ? ഹാരി പോട്ടർ അവളുടെ മൂക്കൊക്കെ കറക്റ്റ് ഇത് ഇങ്ങനെ വലിച്ച് ചെയ്യുന്നോണ്ട് കുറച്ച് പണിയായിട്ടാണെങ്കിലും ചെയ്തു. അപ്പം അത് ഹാരി പോട്ടർ അവൾ. പിന്നെ ഉള്ളത് കുറച്ച് ക്രീപ്പി പോലെ തോന്നും, കാരണം ഞാനിത് ഈ ഒരു നെക്കിൽ ഒരു ഗ്ലൗസ് പോലെ ഇട്ടതാണ്. പക്ഷെ ചില കുട്ടികൾ കാണുമ്പോൾ ചിലപ്പോൾ പേടിയാവൂ എന്നുള്ളൊരു സംശയം എനിക്ക് ഉണ്ടായിരുന്നു, കാരണം ബ്ലഡ് പോലെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുമെന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ ബോഡി എനിക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഈ ഫേസിൻ്റെ ക്യൂട്ട്നെസ് പോകുന്നതുകൊണ്ട് ഞാൻ നിർത്തി വെച്ച ഒരു സാധനമാണ്. നിർത്തിയ പ്രൊജക്റ്റ്. പക്ഷെ ഞാൻ കുറച്ച് ബ്ലഷ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും ബ്ലഷ് ഇട്ട് കൊടുക്കും അല്ലേ? ഇല്ല, ഞാൻ അതിനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒന്ന്. പിന്നെ ഉള്ളത് വേറെയും ഇതേപോലത്തെ ഒരു മാറ്റ് പോലെ ഒരു കോസ്റ്റർ. ഇത് കാണാൻ ഭംഗിയുണ്ട്. താങ്ക് യു. ഇതിന്റെ ആ ഒരു റൗണ്ട് ഷേപ്പും അതൊക്കെ ഇത് കുറെ ചെയ്ത് പഠിച്ചതാണ്. പക്ഷെ ഇത് നല്ല നോക്കട്ടെ, കാണിച്ച. ഓക്കെ, നല്ല ഭംഗിയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കോസ്റ്റർ പഠിച്ച് ചെയ്തതാണ്. അപ്പോൾ ഒരു കോസ്റ്ററിൻ്റെ ഒരു ബട്ടർഫ്ലൈൻ്റെ ഒരു പകുതി ചെയ്തതാണേ. ഇങ്ങനെ അല്ലേ? യെല്ലോ കളർ ബോർഡറൊക്കെ ഇനിയും കൊടുക്കണം. പിന്നെ ഇനിയിപ്പം വലിയ എന്താ പറയാ കട്ടിയുള്ള മൾട്ടി കളർ യാണ് വെച്ചിട്ട് ചെയ്തു തുടങ്ങിയതാണ്. ഇതൊരു കോസ്റ്റർ ആണ്. എനിക്ക് വെച്ചാൽ ഇതൊക്കെ വെക്കാൻ വേണ്ടിട്ട് പറ്റുന്ന പോലത്തത്. ഇത് ഇതല്ല, വേറെ ഇങ്ങനെ എന്തെങ്കിലും ഇതിങ്ങനെ നമ്മളിങ്ങനെ ഡിസൈൻ ചെയ്യുമ്പോഴോ വർക്ക് ചെയ്യുമ്പോ ഒക്കെ ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതേപോലെ വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇത് ഞാൻ വെറുതെ ചെയ്തതാണ്. ഒരു കോസ്റ്ററിൻ്റെ മുകളിൽ ഒരു ഫ്ലവർ വെച്ചിട്ട് ഞാനിപ്പോൾ ചെയ്ത ആ ബോട്ടിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ആമി ക്രോഷ്യ വെച്ചിട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ? ഇനി നീ ഒരു ട്യൂലിപ്പിൻ്റെ ഇത് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ഇത് എന്തോ ഒരു ലീഫ് ചെയ്ത് വെച്ചല്ലേ? ഇത് ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു ലീഫ് ചെയ്ത് വെച്ചു. ഒരു കുഞ്ഞു ചെറി കീ ചെയിൻ, അതൊക്കെ. പിന്നെ പാപ്പൂക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഞാൻ ഉണ്ടാക്കി കൊടുത്തത് കേട്ടോ, കളിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? പാപ്പൂന് ഇഷ്ടമുണ്ടായിരുന്നു അത്. സ്പോഞ്ചും ഉണ്ട് അല്ലേ? ഓക്കെ. കല്ലൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ണല്ലേ? ഇത് കല്ലല്ല കേട്ടോ, ഇത് ഗമ്മ്. നമ്മൾ കുറേ നേരം വെക്കുമ്പോൾ കട്ടിയാവും. അപ്പം ഞാൻ അങ്ങനെ അതിൽ യൂസ് ചെയ്യുന്ന യാൺസ് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഈ ബ്രാൻഡ് ഇതാണ് കേട്ടോ, ക്രോഷ്യ ക്രാഫ്റ്റ് നാച്ചുറലി ഡൈഡ് ഫൈബർ ആൻഡ് യാൺ ആണ്.
ഇതിൽ നിന്നാണ് ഞാൻ ഇത് മൊത്തം വാങ്ങിച്ചേക്കുന്നത്. ആ ഒരു ബ്രാൻഡാണ് വാങ്ങിച്ചിട്ടുള്ളത്. യെസ്. നമ്മൾ എന്താ പറയാ ഭയങ്കര നല്ല ക്വാളിറ്റി ഒന്നും നോക്കിയിട്ടില്ല, ജസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ച് നൂല് പൊങ്ങിയതാണ്, അങ്ങനത്തേതാണ് വാങ്ങിച്ചേക്കുന്നത്. ഇത് ഉണ്ടാക്കുമ്പം ഈ ഒരു നൂല് പൊങ്ങിയത് കാണും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്യാൻഡിൽ കൊണ്ട് ഒന്ന് കറക്റ്റ് ആക്കിയാൽ മതി. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്തതൊക്കെ കഴിഞ്ഞിട്ടുള്ളത് തീർന്നിട്ടുണ്ട്. യെസ്. ഇതൊക്കെയാണ് യാണ്. പിന്നെ നീ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നീഡിലാണെന്ന് പറയുന്നത്? നീഡിൽസ്, ഹുക്സ്. ഓക്കെ. ഈ ഒരു ഹുക്കാണ്. ഇതിൻ്റെ സൈസ് 3.0 mm ആണ്. ഇതും പിന്നെ ഇതുമാണ്. നമുക്ക് ബിഗിനേഴ്സ് അല്ല, യാൺസിന് നോക്കിയിട്ട് ഏത് യാണാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിനനുസരിച്ച് യാൺസിന്റെ ബാക്കിൽ ഇത്ര തൊട്ടുള്ള ഹുക്കാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് തന്നെ എഴുതിയിട്ടുണ്ടാവും. പിന്നെ ഏറ്റവും മെയിൻലി ബിഗ് ആയിട്ടുള്ളതാണ് അവിടെ ഉള്ളത്. വേറെ ഒന്നുണ്ട്. അത് ഞാൻ ഇതിന് വേണ്ടി വെച്ചതാണ് കേട്ടോ. ഇത് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇത് തന്നെ വെച്ചത്. ആ ഹുക്ക് വെച്ചിട്ട് തന്നെയാണ് അത് ചെയ്യുക. ഇത് ചെയ്യാം. ഓക്കെ. ഇങ്ങനെയുള്ള യാൺ യൂസ് ചെയ്യുന്ന സമയത്ത് 4.5 mm ആണ്. 4. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചേക്കുന്നത്. പിന്നെ കുറച്ചും കൂടെ വലുതായിട്ടുള്ള ഇതുണ്ട്. ഒന്ന് 4.0 mm, ഈ ബ്ലൂ കളർ. പിന്നെ ഇത് നമുക്ക് കോട്ടൺ യാണിന് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഉള്ള 5.0 mm, 5.50 mm ആണ്. ഇതൊക്കെയാണ് യാണും അതിന്റെ സാധനങ്ങളൊക്കെ അല്ലേ. പിന്നെ നമുക്ക് ഐസിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഇത്. അങ്ങനെ സെപ്പറേറ്റ് ഐസ് ഒക്കെ കൊടുക്കാം. ഏതെങ്കിലും ടോയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ ഉണ്ടാക്കിയ ടോയ്സിലൊക്കെ ഞാൻ വെച്ച ഐയാണിത്. യെസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഒരു ക്രോഷേ ട്യൂട്ടോറിയൽ അല്ല, ക്രോഷേ പ്രൊജക്ട്സ് ദാറ്റ് ഐ മെയ്ഡ് ഇറ്റ് അത് പറയാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ ക്രോഷേ ചെയ്യണ ഒരു ചെറിയ എന്തെങ്കിലും ഫ്ലവറൊക്കെ ചെയ്യുന്നതോ അങ്ങനെയൊക്കെയുള്ള നമുക്ക് എടുക്കാം. പിന്നെ അപ്പം ഇതായിരുന്നു ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞാൻ ഇതിലുണ്ടാക്കി, നിങ്ങൾക്ക് ഇതേപോലുള്ള വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ പറയാൻ. അതുമല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഹാരി പോട്ടറിന്റെ ഔളാണെന്നോ എന്ത് സാധനമാണ് ഞാൻ ഉണ്ടാക്കിയത്, പിന്നെ വേറെ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലോ. യെസ്. അപ്പം അതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.